നമസ്കാരം. തീരുവയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിട്ടതിനു പിന്നാലെ വ്യാപാര കരാറിൽ ഇന്ത്യയുടെ നിർണായക നീക്കം. കാത്തിരുന്ന് സമയം നോക്കി ട്രംപിന്റെ മർമ്മം നോക്കിയാണ് ഇന്ത്യ തിരിച്ചടിക്കൊരുങ്ങുന്നത്. അമേരിക്കൻ രാഷ്ട്രീയ വേദിയിൽ വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവ വികാസത്തിന് പിന്നാലെ ഇന്ത്യ എടുത്ത നിലപാട് ആഗോള ശ്രദ്ധ നേടുകയാണ്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് നിശ്ചയിച്ചിരുന്ന ഇന്ത്യ-US യോഗത്തിൽ ഇന്ത്യ പങ്കെടുക്കില്ല. കരാറിന്റെ നിയമവശങ്ങൾ പരിശോധിക്കാനായി 3 ദിവസത്തെ യോഗമാണ് അമേരിക്കയിൽ നിശ്ചയിച്ചിരുന്നത്. നിയമവശങ്ങൾ പരിശോധിക്കാനായി നിശ്ചയിച്ചിരുന്ന യോഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. തീരുവയിൽ അമേരിക്കയുടെ തുടർ നിലപാട് നിരീക്ഷിച്ചാകും ഇനിയുള്ള നീക്കമെന്നാണ് വാണിജ്യ മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തീരുവ 15% സാഹചര്യത്തിൽ ഇടക്കാല വ്യാപാര കരാറിന്റെ പരിഗണന വിഷയങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. മാർച്ചിൽ ഇടക്കാല കരാർ ഒപ്പിടുമെന്നും ഏപ്രിൽ മുതൽ കരാർ പ്രാബല്യത്തിൽ വരുമെന്നുമാണ് നിലവിൽ വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. അമേരിക്കയിലെ സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നീക്കങ്ങൾ മന്ത്രാലയം നിരീക്ഷിച്ച് വിലയിരുത്തുകയാണ്. പ്രതികാര നടപടിയുടെ ഭാഗമായി വിവിധ രാജ്യങ്ങൾക്കുമേൽ ട്രംപ് ചുമത്തിയ താരിഫുകൾ സുപ്രീം കോടതി റദ്ദാക്കിയതോടെയാണ് പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത്. ട്രംപ് തന്റെ അധികാര പരിധി ലംഘിച്ചുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ദേശീയ അടിയന്തരാവസ്ഥകളിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള നിയമത്തിന് കീഴിലാണ് ട്രംപ് താരിഫുകൾ ചുമത്തിയതെന്ന് വിധിയിൽ വ്യക്തമാണ്. ഇന്ത്യയുടെ ഈ തീരുമാനത്തിനു പിന്നിൽ ശക്തമായ ദേശീയ താൽപര്യ ബോധമുണ്ട് എന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളിൽ സ്വീകരിച്ച വിദേശ നയ സമീപനം രാജ്യഹിതം മുൻനിർത്തിയ സഹകരണം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സൗഹൃദം നിലനിർത്തിയാലും രാജ്യത്തിന്റെ സാമ്പത്തിക നിയമപരമായ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന നിലപാട് ഇന്ത്യ പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുമായുള്ള വ്യാപാര ബന്ധം ഇന്ത്യക്ക് നിർണായകമാണ്. IT, ഫാർമ, പ്രതിരോധം, കൃഷി എന്നിവ ഉൾപ്പെടെ നിരവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും പങ്കാളിത്തം പുലർത്തുന്നു. എന്നിരുന്നാലും ഒരു വ്യാപാര കരാർ ഒപ്പിടുന്നതിന് മുൻപ് അതിന്റെ നിയമവശങ്ങളും ഭാവി എങ്ങനെയാകുമെന്നും സൂക്ഷ്മമായി പരിശോധിക്കുന്നത് ഉത്തരവാദിത്തമുള്ള ഭരണത്തിന്റെ ലക്ഷണമാണ്. അതാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്തത്. സുപ്രീം കോടതിയിലെ തിരിച്ചടിക്ക് പിന്നാലെ അമേരിക്കൻ ഭരണകൂടം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നേരിടുന്ന ഈ സാഹചര്യത്തിൽ അതിന്റെ പ്രതിഫലനം അന്താരാഷ്ട്ര കരാറുകളിലും പ്രത്യക്ഷപ്പെടാമെന്ന വിലയിരുത്തലും ഉണ്ടാകാം. മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈക്കൊണ്ട ഈ നീക്കം പലരും സമയോചിതമായ തന്ത്രം എന്ന നിലയിലാണ് കാണുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന ഇന്ത്യ ആഗോള ശക്തികളോട് സമതുലിതമായ സമീപനം സ്വീകരിക്കുന്നു. കരാർ ഒപ്പിടുന്നതിൽ അതിവേഗം കാണിക്കാതെ ദേശീയ നിയമ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമം ആഭ്യന്തര രാഷ്ട്രീയത്തിലും പിന്തുണ നേടുന്നു. ഇത് ട്രംപിന് നേരിട്ടുള്ള രാഷ്ട്രീയ തിരിച്ചടിയാണോ എന്നത് വിശകലന വിധേയമായ വിഷയമാണ്. എന്നാൽ ഇന്ത്യയുടെ പിന്മാറ്റം അമേരിക്കയ്ക്ക് ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നു എന്നത് വാസ്തവമാണ്. പങ്കാളിത്തം വേണമെങ്കിൽ പരസ്പര ബഹുമാനവും നിയമപരമായ വ്യക്തതയും അനിവാര്യമാണ് എന്ന സന്ദേശം. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ശക്തി മാത്രം മതിയാകില്ല, വിശ്വാസവും സ്ഥിരതയും നിർണായക ഘടകങ്ങളാണ്. മോദി സർക്കാർ സ്വീകരിച്ച ഈ നിലപാട് ഇന്ത്യയുടെ ആഗോള പ്രതിച്ഛായ കൂടുതൽ ശക്തമാക്കുന്നുവെന്ന് അനുകൂലികൾ ചൂണ്ടിക്കാണിക്കുന്നു. സ്വതന്ത്രമായ വിദേശ നയവും ആത്മവിശ്വാസമുള്ള തീരുമാനങ്ങളും ഇന്ത്യയെ ഒരു ഉയർന്നു വരുന്ന ആഗോള ശക്തിയായി ചിത്രീകരിക്കുന്നു. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇത് മോദിക്ക് ശക്തമായ നേതൃമുദ്ര നൽകുമ്പോൾ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ വാക്കിന് കൂടുതൽ ഉറപ്പും ദൃഢതയും ഉണ്ടാകും. ഒടുവിൽ ഈ സംഭവ വികാസം വ്യക്തമാക്കുന്നത് ഇന്ത്യ ഇന്ന് വെറും അനുയായിയായ ഒരു രാഷ്ട്രമല്ല എന്നതാണ്. മറിച്ച് സ്വന്തം താല്പര്യങ്ങൾ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കുന്ന, അത് ഉറച്ചു പറയാൻ ധൈര്യമുള്ള സ്വതന്ത്ര ശക്തിയാണ് ഇന്നത്തെ ഇന്ത്യ. സുപ്രീം കോടതിയിലെ തിരിച്ചടിക്ക് പിന്നാലെ ഉണ്ടായ ഈ നയതന്ത്ര നീക്കം മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈക്കൊള്ളുന്ന ആത്മവിശ്വാസപരമായ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി വിലയിരുത്തപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല.